നമുക്ക് അടുക്കളയിലേക്ക് പോകാം. വാ, നമുക്ക് അമ്മച്ചിയെ സഹായിക്കാം. കേട്ടില്ലേ, വിയറ്റ്നാമിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങാൻ ഇടയുണ്ടെന്ന്. അതെന്തിനാ അമേരിക്ക വിയറ്റ്നാമിൽ നിന്ന് പിൻവാങ്ങുന്നത്? അമേരിക്ക പിന്നു കിട്ടുകയല്ലേ? ഓ, ഇതുങ്ങളെ കൊണ്ട് തോറ്റു. വേണ്ടേ, ഈ അടുക്കളന്ന് പിള്ളാരെ ഇങ്ങോട്ട് വിളിച്ചില്ലേ, ഇന്ന് ആരും ഓണം ഉണ്ണുകയല്ല, പറഞ്ഞേക്കാം. രണ്ടിനെ ഞാനിന്ന് ശരിയാക്കുന്നുണ്ട്. എവിടെ അവര്? പരീക്ഷയ്ക്ക് പൂജ്യം വാങ്ങിയിട്ട് നടക്കുന്നു. കണക്കെന്ന് പറയുന്ന എന്തേലും നിനക്ക് അറിയാവൂടാ? രണ്ടിനും കണക്ക് പറഞ്ഞു തിന്നാനറിയാം. നിന്നെയൊക്കെ കണക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. 1 മുതൽ 100 വരെ കാണാതെ ചൊല്ലടാ. 1 2 3 4 5 6 7 8 9 10. ഇതെന്നതാ ചേട്ടാ സഞ്ചിക്കകത്ത്? കുറച്ച് കുന്തിരിക്കും സാമ്പ്രാണിത്തിരി. റേഷൻ അരി അടുപ്പത്ത് വെക്കുമ്പോ പുകയ്ക്കാനാ. 96 97 98 99 100. ആ മതി മതി. ഇനി 100 മുതൽ തല കീഴ്പോട്ടായിട്ട് ചൊല്ലിക്കേപ്പിക്കും. അത് കുറെ കട്ടിയാ, അത് ഞങ്ങളെ കൊണ്ട് പറ്റിയല്ല. എങ്കിൽ അങ്ങനെ കൂടി എന്നെ ചൊല്ലി കേൾപ്പിക്കണം. അല്ലെങ്കിൽ ഇന്ന് 2 ഓണം ഉണ്ണുകല. ആ കർത്താവേ, ഒരു കൊല്ലം മുഴുവൻ നോറ്റിരുന്നതാ, അതും ഇങ്ങനെയായി. വാടോ ചങ്ങാതി, അല്പം കളിക്കാം. രണ്ടും ഈ മുറി നനങ്ങി പോരുത്. ഞാൻ അവിടെ ഇരിക്കുമ്പോ കേക്കണം ചൊല്ലുന്നത്. തിരുവോണമായിട്ട് പട്ടിണിയാവാതെ നോക്കണം. എന്തായാലും നമുക്ക് അരക്കായി നോക്കിക്കളയാം. 100 മുതൽ തല കീഴ്പോട്ടായിട്ട് ചൊല്ലാൻ പറ്റുമെന്ന്. 101 102 103 കുറുപ്പ് കാണട്ടാ കുറുപ്പേ. അങ്ങനല്ലടാ, 100 മുതൽ തല കീഴ്പോട്ടായിട്ട് ചൊല്ലാനാ പറഞ്ഞത്. അങ്ങനെ തന്നെ ചൊല്ലുന്നത്. പപ്പ വന്നൊന്ന് നോക്കിക്കേ. 112 113 114 115 116 117 118. കണ്ടോ, എനിക്കിപ്പോ നന്നായി സൈക്കിൾ ചവിട്ടാൻ അറിയാം. സൈക്കിളിൽ ഞാൻ എന്ത് വില വേണമെങ്കിലും കാണിക്കും. നോക്കിയോ, കണ്ടോ ഞാൻ കൈവിട്ടോടിക്കുന്നത്? അവസാനം നീ വല്ലവന്റെയും കാല് പിടിക്കും. ചേട്ടാ, ഞാൻ സൈക്കിളിൽ കൈവിട്ടോടിക്കും. ഇതൊക്കെ എന്റെ അഭ്യാസം. അതൊക്കെ ഞാൻ അങ്ങ് പട്ടാളത്തിലായിരുന്നപ്പോ എന്റെ വേലകളായിരുന്നു. അന്ന് ഞാൻ സൈക്കിളെ കാണിച്ചൊരു വേല കണ്ടിട്ട് കമാൻഡർ എനിക്ക് 2 മാസത്തെ അവധിയാ തന്നെ. വീട്ടിൽ പോയിട്ട് വന്നോളാൻ പറഞ്ഞു എന്നോട്, അറിയാവോ? ചേട്ടൻ മറ്റു വല്ലതും കൂടെ കാണിച്ചാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും. ചേട്ടൻ പട്ടാളത്തിലായിരുന്നപ്പോ യുദ്ധമുണ്ടായിരുന്നോ? യുദ്ധം തുടങ്ങിയത് ചേട്ടൻ പെണ്ണ് കേട്ടതിന് ശേഷം അല്ലേ ചേട്ടാ? അതെ അതെ. 1952 സൈക്കിളെ ഞാനൊരു പയറ്റി. അന്ന് കാണിച്ച വേല നിനക്കിപ്പൊ കാണണോ? ഞാൻ കാണിച്ചു തരാം. കൈ മാത്രം കുത്തി സൈക്കിൾ ഓടിക്കുന്നത്. നോക്കിക്കോ. കണ്ടോടാ, എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്കടാ, കാണടാ. പോത്താന്നോ? എന്നടാ എന്നെ പോത്തേന്ന് വിളിക്കുന്നത്?
എല്ലാത്തിനാടാ നീ ഇങ്ങോട്ട് വന്ന്? കയ്യും തലയും കുത്തിയിൽക്കുന്നത് കണ്ടു. ഇനി എന്ത് കാല് കുത്തിയിൽക്കുമെന്ന് അറിയാൻ വന്നതാ. വേണ്ടേ, നിങ്ങൾ ആ കടയിലോട്ട് ചെന്ന് ഈ പിള്ളേർക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചും വാ. ഇതിനൊന്നും ഇപ്പൊ ചോറും വേണ്ട, കറിയും വേണ്ട. പഴത്തോടാ ഇഷ്ടം, കൊറേ വാങ്ങിക്കണം. ഞങ്ങൾക്ക് പഴത്തോട് വേണ്ട, പഴം മതി. എന്താ വേണ്ടത് വക്കീൽ സാറേ? 2 കിലോ ഓറഞ്ച് എടുക്കട്ടെ. ആ എടുക്കാൻ വരട്ടെ. എങ്ങനെയാ ഈ വിലയൊക്കെ? അതിപ്പ പഴത്തിനൊക്കെ തീ പിടിച്ച വിലയാ സാറേ. അതുകൊണ്ടായിരിക്കും പഴങ്ങളൊക്കെ വാടിയും കരിഞ്ഞും ഒക്കെ ഇരിക്കുന്നത്. എന്നതായാലും ആപ്പിള് 2 കിലോ ഇങ്ങോട്ട്. ഇതെന്താ ചേട്ടാ പൊതച്ചിരിക്കുന്നത്? ഷർട്ടിന്റെ തുണിയാണല്ലോ. ഇത് ഷർട്ട് തയ്ക്കാൻ മേടിച്ച തുണി തന്നെയാ. ഇപ്പോഴത്തെ തയ്യക്കൂലി കൊടുക്കാൻ നിവർത്തിയില്ലാഞ്ഞിട്ടാ ചുറ്റിക്കൊണ്ട് നടക്കണത്. ഇതെന്താടോ താൻ ഷർട്ടൊന്നും വിടാതെ രാവിലെ തന്നെ എങ്ങോട്ടാ? ആഫീസിലേക്ക് തന്നെയാണ് ആശാനെ. എന്റെ ഷർട്ടൊക്കെ പെൺമക്കൾ ഇട്ടുകൊണ്ട് പുറത്തു പോയിരിക്കുക. ഓ മരിക്കാതടാ, നിനക്കൊക്കെ വേണ്ടിട്ട് തന്നെയാ വാങ്ങിച്ചത്. ഇനി അങ്ങ് മരിച്ചാലും വേണ്ടൂല. ചരിത്രത്തിൽ ആദ്യമാ ഇത്. ആപ്പിളാന്നോ മേടിച്ചത്? വല്ല പഴവും മേടിച്ചാ പോരായിരുന്നോ? എടി, ആപ്പിളിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ എന്നാ പറയപ്പെടുന്നത്. ഓ, എനിക്ക് ഈ ഇംഗ്ലീഷ് ഒന്നും തിരികെയല്ലെന്നറിയാം മേലെ. എടി, ദിവസവും ഒരാപ്പിൾ വെച്ച് കഴിച്ചാ ഡോക്ടറെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താവെന്ന്. അപ്പൊ ഡോക്ടറുടെ വീട്ടിലുള്ളവർക്കാർക്കും ആപ്പിള് കഴിക്കാൻ പറ്റുകയല്ലോ. പപ്പാ വേഗം ഒരു ആപ്പിൾ ഇങ്ങോട്ട് എടുത്തേ. എന്തിനാടാ? ഒരു ഡോക്ടറെ അകറ്റി നിർത്താനാ. ഡോക്ടറെ അകറ്റി നിർത്താനോ? എന്തിന്? ഞങ്ങളാ ഡോക്ടറുടെ വീടിന്റെ കണ്ണാടിച്ചിൽ എറിഞ്ഞു പൊട്ടിച്ചു. ആപ്പിള് കഴിച്ച് അങ്ങേരെ അകറ്റി നിർത്താമല്ലോ. പപ്പ, ഒരു പോലീസുകാരനെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താൻ എന്നതാ കഴിക്കേണ്ടേ? ചേട്ടാ, സ്വാതന്ത്ര്യം പ്രമാണിച്ച് ഫാൻസി ഡ്രസ് മത്സരം നടക്കുന്നു. ദേ ഈ പത്രത്തിലുണ്ട്. എനിക്കിപ്പം പത്രം വായിക്കണമെങ്കിൽ സെക്സ് വേണം. ചേട്ടാ, കണ്ണടയ്ക്ക് സെക്സ് എന്നല്ല പറയുന്നത്, സ്പെക്സ് എന്നാ. ഫാൻസി ഡ്രസ്സിനൊന്ന് ചേർന്നാലോടി. പണ്ട് പട്ടാളത്തിലായിരുന്നപ്പം ഞാൻ കൊറേ വേഷം കെട്ടിയിട്ടുള്ളതാ. എന്നാ വേഷം കെട്ടും? പോലീസിന്റെ വേഷം കെട്ട്. അത് കലക്കും. പോലീസ് വേഷം തന്നെ ആയിക്കളയാം. എങ്ങനെ ഉണ്ടടാ? കലക്കി ചേട്ടാ. ഇപ്പൊ ചേട്ടനെ കണ്ട ഏത് കള്ളനും മുട്ടിടിക്കും. നിങ്ങക്ക് വല്ലാത്ത ക്രിമികടിയാ. ഇപ്പം എമർജൻസിയുടെ സമയമല്ലേ? വിരോധമുള്ളവനിട്ട് കൊടുക്കാൻ പറ്റിയ സമയമാ. ഒരുത്തനെ കാണുന്നില്ലല്ലോടാ. വരുന്നുണ്ട്. എന്റെ കറവ പശുവിന്റെ വാല് ചെത്തിക്കളഞ്ഞവനാ വരുന്നത്. അവനിട്ട് 2 കൊടുക്കാൻ ഇതാ പറ്റിയ അവസരം. വാടാ, ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. എന്താടാ ഇത്? ഏതാണ് മാനെ? അടിയന്തരാവസ്ഥയായിട്ടും നീ മുണ്ടുമടക്കി കുത്തും അല്ലേടാ? ചേട്ടാ, ഒരു എസ്ഐ വരുന്നുണ്ട്. കുഴപ്പമായെന്നാ തോന്നുന്നത്. ആരാടാ അത്? നീ എവിടുത്തെ പോലീസാടാ? നിക്കടാ അവിടെ. പൊന്നെ മാനെ, മാപ്പാക്കണം. ഒരു മത്സരത്തിന് വേഷം കെട്ടിയതാ. എന്നിട്ടാണോടാ വഴിപോക്കരെ പിടിച്ചു വരട്ടുന്നത്? ഏതോടാ? 1 2 3 4 51 52 53 54 മതി. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഫാൻസി ഡ്രസ്സിന്റെ കാര്യം ഞാനും പത്രത്തിൽ വായിച്ചു. ഞാനും മത്സരത്തിന് പോകുവാ. അയ്യോ, ഇത് വക്കീൽ സാറായിരുന്നോ? അപ്പൊ പോലീസ് വേഷത്തിൽ നമ്മൾ 2 പേരും ഉണ്ടല്ലോ മത്സരത്തിന്. ഏയ് 2 പേരല്ല, ഒരുത്തം കൂടിയുണ്ട് പോലീസായിട്ട്. നമ്മുടെ ആ മാടറപ്പുകാരൻ തൊമ്മൻ. പുള്ളിക്കാരൻ മുമ്പേ അങ്ങ് പോയിട്ടുണ്ട്. അത് ശരി. അപ്പൊ തൊമ്മനും പോലീസാണല്ലേ? ചേലായി. ചേട്ടാ, അതാ തൊമ്മൻ. നീ ഇറങ്ങിയോടാ. നിനക്ക് ഈ പോലീസ് കുപ്പായ ഒട്ടും ചേരുകയല്ലടാ. ഒലക്കമാടന്റെ ഒരു നിപ്പ് കണ്ടില്ലേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പോയി മാടിനെ ഇറക്കടാ. അയ്യോ,
ഏമാനായിരുന്നോ? സമ്മാനം കിട്ടിയോടാ? പൂര കിട്ടി. വയറ്റത് പുതുകത്തോ. എന്റെ അയ്യോ.